പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 5-ാം വാർഡിലാണ്. എൻ്റെ തൊട്ട് മുന്നിൽ ഇപ്പോൾ ഒരു വഴിയുണ്ട്. ഇത് മുക്കുവൻകോടി റോഡാണ്. അപ്പോൾ നമുക്ക് ആ റോഡിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 5-ാം വാർഡിൽ നിന്ന് പാലക്കലോടിപ്പടി വെണ്ണാശ്ശേരി റോഡാണിത്. ഇത് ഏറെക്കുറെ തകർന്നു കിടന്നിട്ട് 10-20 വർഷത്തിന് മുകളിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഇതുവരെ ഒരു പാച്ച് വർക്ക് പോലും ഈ റോഡിൽ നടന്നിട്ടില്ല. ഒരുപാട് ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു റോഡാണ്. അതുപോലെ ധാരാളം സ്കൂൾ വാഹനങ്ങളും ഓട്ടോറിക്ഷകളും എല്ലാം. ഇപ്പോൾ ഓട്ടോറിക്ഷകൾ ഓട്ടം വിളിച്ചാൽ തന്നെ ഇങ്ങോട്ട് പോരാൻ മടിയാണ്. അതുപോലെ തകർന്നു കിടക്കുന്ന ഒരു റോഡാണ് ഇത്. കൊച്ചുമറ്റം വരെയോളം ഉണ്ട് ഈ റോഡ്. വെണ്ണാശ്ശേരിക്കും പോകാം, കൊച്ചുമറ്റത്തിലേക്കൊക്കെ പോകാം. അതുപോലെ ഇപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിരിക്കുന്നത് ആറാട്ടുകര കലുങ്ക് പൊളിച്ചുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ ഇതിലെ വീണ്ടും കയറി വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഈ റോഡിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. അപ്പോൾ ഈ വാർഡിലെ മെമ്പർ എന്ന് പറയുന്നത് സീമോൾ സി തോമസ് ആണ്. പഞ്ചായത്ത് ഇലക്ഷൻ നടന്നപ്പോൾ സീമോള് വീടുകൾ കയറിയപ്പോഴത്തേന് നാട്ടുകാരുടെ ഒരേ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ റോഡ് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണമെന്നാണ്. പുതുപ്പള്ളി തന്നെയല്ല, നമ്മുടെ കേരളത്തിലെ ഒട്ടുമുക്കാൽ റോഡുകളുടെയും ഇപ്പോഴത്തെ ചെറിയ റോഡുകളുടെ എല്ലാ അവസ്ഥ ഇതുപോലെ തന്നെയാണ്. പുതുപ്പള്ളിയിലെ ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡുകൾ എല്ലാ വാർഡിലെയും റോഡ് വളരെയേറെ മോശമായി കിടക്കുകയാണ്. ആ സമയത്ത് നാട്ടുകാരുമായി കൂടി ആലോചിച്ചപ്പോഴത്തേന് ഇതിന് പെട്ടെന്നൊരു പരിഹാരം എന്ന നിലയിൽ ഈ റോഡിൽ കുറച്ച് മെയിൻ്റനൻസ് വർക്ക് ചെയ്യാൻ വേണ്ടി എല്ലാവരും കൂടെ തീരുമാനിച്ചു. അതിൻ്റെ നാട്ടുകാരുടെയും മെമ്പറുടെയും എല്ലാ ശ്രമഫലമായിട്ട് അവർ എല്ലാ വീട്ടുകാരും അതിൻ്റെ അകത്ത് സഹകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു ചെറിയ തുക മാറ്റി വെച്ചുകൊണ്ട് അത്യാവശ്യം റോഡിലൊരു 4-5 ലോഡ് മക്കിറക്കി ഈ റോഡ് ഒന്ന് ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി അവരിന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ തൊട്ട് ഈ റോഡിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടുന്ന് നേരെ വെണ്ണാശ്ശേരിക്കാണ് ഈ റോഡ് കിടക്കുന്നത്. ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. കാരണം മിറ്റിൽ മാത്രമേ ഉള്ളൂ റോഡിൽ. അപ്പോൾ ഇവിടെ എല്ലാം ഇന്നലെ കൊണ്ട് ഈ മക്കിറക്കിയിരിക്കുന്നതാണ്. ഇതെല്ലാം ഇനി ഇവർ നികത്താനുള്ളതാണ്. ഇത് കണ്ട് ഈ റോഡിൻ്റെ പരുവം നിങ്ങളൊന്ന് കണ്ടുപോയി. എന്തുമാത്രം ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു റോഡാന്ന് നോക്കി. ഇതിലുണ്ട്. ഇതിലെ ഒരു 2 വീലറേയും കൊണ്ട് പോലും നമുക്കതിലെ പോകാൻ പറ്റൂലാത്ത വിധം തകർന്നു കിടക്കുകയാണ്. ഇത് അങ്ങ് വെണ്ണാശ്ശേരി മണർകാട് വരെയോളം ഉണ്ട് ഈ റോഡ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് പയ്യപ്പാടി കൊച്ചുമറ്റം റോഡിലോട്ട് കയറുന്ന ഒരു വഴിയും കൂടെയാണ്. ഇതൊരു കുത്തുകയറ്റവും കൂടെയാണ്. ഇത് ഈ റോഡിൻ്റെ അവസ്ഥ ഇതുണ്ട്. ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്ത് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പം ഇവിടം വരെയാണ് ഇപ്പം നന്നാക്കാൻ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ വാർഡിലെ മെമ്പർ രാവിലെ പണിസ്ഥലത്തുണ്ട്. നമുക്ക് മെമ്പറോട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഈ റോഡിന്റെ നമുക്ക് ഫണ്ട് എങ്ങനെയാണ് ഇതിന്റെ ഈ പണി ചെയ്യാനുള്ള ഫണ്ട്? ജനകീയമായിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. നടക്കാൻ പോലും പറ്റാത്ത വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഞാനിവിടെ ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും ആൾക്കാർ എന്നോട് പറഞ്ഞു ഒരേ ഒരു വാക്ക്, റോഡ് നന്നാക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് അത് ഞാൻ അവരോട് ഒരു ജനകീയമായിട്ടൊരു കൂട്ടായ്മയോടെ അവരോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും അതിനകത്ത് സഹകരിക്കാൻ തയ്യാറായിരുന്നു. അപ്പോൾ ഇന്നലെ എല്ലാവരും അതിനുവേണ്ടി ഇറങ്ങുകയും ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. നമ്മൾ കുറച്ച് ഭാഗം മണ്ണിട്ട് നികത്തി, ബാക്കി ഇപ്പോൾ വണ്ടി ബാക്കി വന്ന് അതിനകത്ത് ഇത് നമ്മുടെ പുല്ലമ്പായിപ്പടി ഇവിടെയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ പരിധി. 5-ാം വാർഡിന്റെ പരിധി അതാണ്. നമ്മൾ ഇങ്ങോട്ട് പഴയ 5-ാം വാർഡിലേക്ക് കൂട്ടിച്ചേർത്ത ഭാഗമാണ് മുക്കുവൻകുടി ഭാഗം എന്ന് ഇതിന് പറയുന്നത്. ഇവിടുന്ന് നിവാസികൾ നല്ല മനുഷ്യരാണ്. അവർ നമ്മളോട് നല്ല രീതിയിൽ ഇടപെടുകയും എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തവരാണ്. അപ്പോൾ ഇതിന്റെ ഏകദേശം എത്ര രൂപ വരുമെന്നറിയോ? ഏകദേശം ഞങ്ങൾ ഒരു കോൺട്രാക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 1 ലക്ഷം രൂപയോളം ആവുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ തന്നെ ആൾക്കാരെ നിർത്തി നമ്മൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് അതിൽ അത്ര ഒന്നും പെടുത്താതെ ഒരു 50 രൂപയ്ക്ക് താഴെയാക്കി ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വാർഡ് ശരിക്കും അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നാണ്. ഇതിപ്പം ഇപ്പൊ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട വന്നത് നമ്മുടെ ആറാട്ടുകര ഭാഗത്ത് കലുങ്ക് പൊളിച്ചിട്ടിരുന്നാൽ അതിലൂടെ വണ്ടി പോകാൻ സാധിക്കാതെ വന്നു. അതുകൊണ്ടാണ് ഇവിടെ നമ്മളിത് ചെയ്യാനിടയായത്. കൂടാതെ ആ മുകളിലോട്ടൊരു കയറ്റമുണ്ട്.
കയറ്റവും തീരെ മോശമായിട്ട് നമ്മുടെ ഈ കൊച്ചുമറ്റത്തോട്ട് കയറുന്നത് ഞാനിപ്പോ അതിൽ ഇറങ്ങി വന്നു. അത് വളരെ മോശമായില്ലേ, വളരെ മോശമായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ്. അത് 3ന്റെ 5ന്റെയും കൂടി അതിർത്തിയാണ്. എങ്കിലും നമ്മൾ അതും കൂടെ കോൺക്രീറ്റ് ചെയ്യാനായിട്ടുള്ള അവിടെ കൂടെ ചെയ്യുന്നു. നമ്മൾ അന്ന് പയ്യപ്പാടി ചെയ്തതുപോലെ തന്നെ ജനകീയമായിട്ട് ആ കയറ്റത്തിന്റെ പോയ ഭാഗം കൂടെ നമ്മൾ ചെയ്യുക. ഇപ്പൊ മിക്ക വഴികളും ഇപ്പൊ നാട്ടുകാരെല്ലാം കൂടെ നന്നാക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ജലജീവന്റെ ഇതില് ആണെന്ന് എല്ലാ വഴിയും പുതുപ്പള്ളി തന്നെയല്ല എല്ലായിടത്തും നശിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ സകലം കൂടെ മുമ്പോട്ട് നമ്മൾ കയറ്റി ചെയ്യുന്നുണ്ട്. 3ന്റെ അവിടെയുള്ള കുറച്ച് ആൾക്കാരും കൂടെ നമ്മളോട് ആവശ്യപ്പെട്ട പ്രകാരം ചെയ്യുന്നു. അങ്ങോട്ട് അവിടെ ഒരു ലോഡ് നമ്മള് 50 മീറ്ററും കൂടെ നമ്മള് കയറ്റി ചെയ്യുന്നുണ്ട്. തീരെ മോശമായിട്ട് കിടക്കുക അവിടെ. അതെ. ഇപ്പം ഏറ്റവും കൂടുതൽ മെമ്പർമാരാണ് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എവിടെ ചെന്നാലും പരാതി പറയുന്ന വഴിയുടെ കാര്യം പറയുന്നുള്ളൂ, വേറെ ഒന്നും വേണ്ട. ലൈറ്റും മാത്രമേ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചോദിക്കുന്നില്ല. അതുകൊണ്ട് അവർക്കത് സാധ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. രാവിലെ പോവാണ്. ഈ കാറി വന്നയാളൊരു ആശുപത്രി ആവശ്യമായിട്ട് വന്നതാണ്. അതുപോലെ ഇവിടെയൊക്കെ അകത്ത് ആൾക്കാർക്ക് എന്തെങ്കിലും മേലായൊക്കെ വന്ന് വിളിച്ച വണ്ടി പോലും വരാത്തൊരു അവസ്ഥയിലാണ്. നിങ്ങൾക്ക് ഈ റോഡിലെ തിരക്ക് നിങ്ങൾക്ക് കാണാം. എന്തുമാത്രം ഇത് കണ്ടോ, സ്കൂൾ വാഹനങ്ങളൊക്കെ അവരൊക്കെ അതിന്റെ ഡ്രൈവർമാരൊക്കെ പറയായിരുന്നു ഇതിലെ വണ്ടിയും കൊണ്ട് വന്നാൽ മിക്ക ദിവസവും വണ്ടിക്ക് പണിയാന്ന് പറഞ്ഞു. ഒരുപാട് സ്കൂളിലെ വാഹനങ്ങളാണ് ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഓട്ടോറിക്ഷകൾ ഒരുപാട് കുട്ടികളെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എല്ലാം വളരെ പാടുപെട്ടാണ് പോകുന്നത്. ഇവരിപ്പം റോഡിലിട്ട ഒരു മിശ്രിതം എന്ന് പറയുന്നത് ഈ മക്ക് പോലത്തെ ഒരു ഇത് തന്നെയാണ്. അത് ചിലം വെള്ളം കൂടെ നനച്ചു കഴിഞ്ഞാൽ സെറ്റാവും. അതുപോലെ കുറച്ച് ഭാഗത്തൊക്കെ ഇവർ ചെറിയ കോൺക്രീറ്റിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് മക്ക് കൊണ്ട് വന്ന വണ്ടിയാണ് ടിപ്പർ. ഇപ്പം ഇത് തന്നെ ഉണ്ട്, 2-3 ലോഡ് തന്നെ ഇറക്കി. അപ്പം മെമ്പറുടെ ഒപ്പം തോണ്ടുകണ്ടത്തിലെ റോജി എന്ന് പറഞ്ഞ ആളും രാവിലെ സഹായത്തിനുണ്ടായിരുന്നു. അപ്പം പണിക്കാരെ നോക്കിയപ്പോൾ തന്നെ അവർ താമസിച്ചാണ് വന്നത്. അപ്പം മെമ്പർ തന്നെ അത്യാവശ്യ പണികളൊക്കെ മെമ്പർ തന്നെ ചെയ്യുകയാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മിക്ക വാർഡുകളിലും ഇപ്പം നാട്ടുകാരുടെയും മെമ്പറുടെയൊക്കെ ശ്രമഫലമായി ചെറിയ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ പലയിടത്തും ചെയ്ത വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു. എന്നാൽ ഈ റോഡൊന്ന് റീസ്റ്റോർ ചെയ്യാനുള്ള ഫണ്ടോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ അതിനെപ്പറ്റി ഒരു തീരുമാനമായിട്ടില്ല. ജൽജീവൻ പദ്ധതിക്കാർ ഇട്ടിട്ട് പോയിരിക്കുകയാണ്. ഇനി അതിൻ്റെ പ്രശ്നം എന്നോ തീരുമെന്ന് അറിയത്തില്ല. പുതുപ്പള്ളി പഞ്ചായത്തിലെ റോഡുകൾ മുഴുവൻ റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണ്ടി വരും. ഇത് എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ വിഷമിച്ചാണ് പുതുപ്പള്ളി പഞ്ചായത്ത് പുതിയ ഭരണസമിതി അധികാരത്തിലേക്ക് കയറിയിരിക്കുന്നത്. അതിനോട് ചേർന്നുള്ള റോഡാണ് പയ്യപ്പാടി കൊച്ചുമറ്റം. ഇത് നമ്മുടെ നേരത്തെ മെമ്പറായിരുന്ന മോനിച്ചൻ കുറ്റിപ്പുറമൊക്കെ ഒരുപാട് ഈ വഴിക്ക് വേണ്ടി സമരങ്ങളൊക്കെ നടത്തിയതാണ്. അതിന്റെ ഫലമായി ടാറിങ് ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പം തന്നെ ആ വഴി പോകാൻ തുടങ്ങി. ഇതാണ് പയ്യപ്പാടി കവലയിലോട്ട് കിടക്കുന്ന വഴിയാണിത്. ഇതിന്റെ പരുവം കണ്ടോ. ഇതും ഇതുപോലെ തന്നെ നാട്ടുകാരും പഞ്ചായത്ത് മെമ്പറും ഒക്കെ ഇടപെട്ട് ഒരുപാട് ആൾക്കാർ പൈസ മുടക്കി ഇത് മെയിൻ്റനൻസ് വർക്ക് ചെയ്തതാണ്. അത്യാവശ്യം വണ്ടി ഒന്ന് കടന്നു പോകത്തക്ക രീതിയിലാകിയതാണ്. എന്നാലും ഈ ഭാഗത്തൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഇതിനൊക്കെ പൈസ അനുവദിച്ച് കിടക്കാന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇതിനൊന്നും ഒരു തീരുമാനമായിട്ടില്ല. ജനങ്ങൾ ഇപ്പോഴും ദുരിതത്തിൽ തന്നെയാണ്. പയ്യപ്പാടി കവലയുടെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. അത് കണ്ടോ, വഴി കിടക്കുന്ന കണ്ടോ, ഒരു പ്രധാനപ്പെട്ട കവലയാണ്. ഇതൊക്കെ എന്ന് ശരിയാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസ് നമുക്ക് വീണ്ടും കാണാം.